ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പേഡ് എന്ന പാഠഭാഗം പഠിച്ചു. അതിൻ്റെ ആക്ടിവിറ്റീസും കഴിഞ്ഞു. എല്ലാവരും പഠിച്ചല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നോക്കിയേ, ജൂലിയ ഓർ ലൂന. എഴുതിയത് നേഹ സിംഗ് ആണ്. അവരുടെ കഹാനി, കഥയാണ് പാഠഭാഗം. മരത്തെ സ്നേഹിച്ച പെൺകുട്ടിയുടെ കഥയാണ്. നമുക്ക് പാഠഭാഗം നോക്കാം. ओके, एक रोज़ से कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. रोज़ से दिवसम हट्टे कट्टे बलवान शक्तिमान बड़े पेड़ വലിയ മരം കാട്ടിന മുറിക്കുക പഹുഞ്ചെ എത്തിച്ചേർന്നു അല്ലെ എത്തുക. ഏക് റോസ് ഒരു ദിവസം, കുച്ച് ഹട്ടെ കട്ടെ ആത്മീയോ കുറച്ച് ബലവാന്മാരായ മനുഷ്യർ, ഏക് ബഡെ പേട് സേ ഒരു വലിയ വൃക്ഷം കാട്ട്ന മുറിക്കാൻ വേണ്ടി പഹുഞ്ചെ എത്തിച്ചേർന്നു. ഏക് ലടുക്കീനെ ഉനെ ദേഖ് ലിയ ഒരു പെൺകുട്ടി അവരെ കണ്ടു. അതായത് ഒരു പെൺകുട്ടി അത് കണ്ടു, അവരെ കണ്ടു. വഹ് ചട് പേട് പർ ചട് ഗയി. ആ പെൺകുട്ടി എന്താ ചെയ്തേ? ചട് പെട്ടെന്ന് പേടിലേക്ക് ചട്ന കയറി. പെട്ടെന്ന് അവൾ ആ വൃക്ഷത്തിലേക്ക് കയറി. ആത്മീയോനെ പഹലെ ഉസേ സമച്ചായ ഫിർ ധമക്കായ ബഹോത് ഡറായ. ആത്മീയോനെ ആ മനുഷ്യർ, വന്ന ആൾക്കാർ, പഹലെ ആദ്യം അവരെ സമച്ചായ മനസ്സിലാക്കിച്ചു. ഫിർ ധമക്കായ പിന്നീട് ഭീഷണിപ്പെടുത്തി. ധമക്കായ എന്ന വാക്കിൻ്റെ അർത്ഥം ഭീഷണി എന്നാണ് കേട്ടോ. ഡറായ ഭയപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടിയവരെ ആദ്യം മനസ്സിലാക്കിച്ചു, പിന്നീട് ഭീഷണിപ്പെടുത്തി, അതിനുശേഷം ഭയപ്പെടുത്തുകയും ചെയ്തു. മേം നഹി ഉദറൂങ്കി ലड़की चिल्लाई और एक शाखा पर जा बैठी. मैं नहीं उधरूंगी, ഉദർന്ന ഇറങ്ങുക, ഞാൻ ഇറങ്ങുകയില്ല എന്ന് ലഡ്കി എന്ന് വെച്ചാൽ പെൺകുട്ടി ചില്ലായി ഉറക്കെ നിലവിളിക്കും പോലെ പറഞ്ഞു. എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നോക്കെ, ഏക് ശാഖ പർ ജാ ബൈഠി, ആ വൃക്ഷത്തിൻ്റെ ഒരു ശാഖയിലേക്ക്, ശിഖരത്തിലേക്ക് ചെന്നിരുന്നു. അവൾ ഇറങ്ങാതെ ശിഖരത്തിലേക്ക് ചെന്നിരുന്നു. ആത്മീയോനെ സോച്ച, വന്ന മനുഷ്യർ സോച്ചന ചിന്തിക്കുക, അവർ ചിന്തിച്ചു. അഖീർ കഫി തോ ഉദരേഗി, അഖീർ എന്ന് വെച്ചാൽ അവസാനം, കഫി എപ്പോഴെങ്കിലും, ഉദർന്ന ഇറങ്ങുക. ഇനി എന്ന് വെച്ചാൽ നോക്കിയേ, അഖീർ കഫി തോ ഉദരേങ്കി, അവസാനം എപ്പോഴെങ്കിലും ആ കുട്ടി എന്ത് ചെയ്യും? ഉദരേങ്കി ഇറങ്ങും. തബ് അപ്പോൾ കാട്ടേങ്കെ പേടുക്കോ, അപ്പോൾ നമുക്ക് ആ വൃക്ഷത്തെ എന്ത് ചെയ്യാം? പേടിനെ കാട്ടിന മുറിക്കുകയും ചെയ്യാം എന്ന് ആ മനുഷ്യർ അല്ലെ ആൾക്കാർ ചിന്തിക്കുകയും ചെയ്തു. ദിൻ ഹഫ്തെ മഹീനെ ബീത്തുകെ, ദിൻ ദിവസം, ഹഫ്തെ ആഴ്ച, മഹീന മാസം, ബീത്തിന കഴിഞ്ഞു പോവുക. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞുപോയി. ഓക്കെ, പർ ലടുക്കി തോ ഉദരിഹി നഹി, എന്നിട്ടും ആ പെൺകുട്ടി എന്ത് ചെയ്തില്ല? ഉദർന്ന ഇറങ്ങുകയും ചെയ്തില്ല. ലോകോങ്കോ ജബ് പത ചലാ തോ ഉസ്കെ ലിയെ ഖാന പാനി സ്റ്റൗ കിതാബേം ഗദ്ദ കമ്പൽ കപ്പടെ സബ് ലേ ആയേ. അവരെന്താ ചെയ്യുന്ന നോക്കിയേ, ആ പെൺകുട്ടിക്ക് വേണ്ടി അവരെ ജനങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്ന് എപ്പോഴാണോ ഈ വിവരം അവർ അറിഞ്ഞത്, ആ പെൺകുട്ടി അങ്ങനെ മരത്തിലിരിക്കുന്നു എന്ന വിവരം ജനങ്ങൾ എപ്പോഴാണോ പദാചലാത്തോ അറിഞ്ഞത്, അവർ നോക്കിയേ, ഉസ്കേലിയെ അവൾക്ക് വേണ്ടിയവർ, ഖാന ആഹാരം, പാനി ജലം, സ്റ്റൗവ് കിതാബെ പുസ്തകങ്ങൾ, ഗദ്ദ എന്ന് വെച്ചാൽ മെത്ത, അതായത് കിടക്കാം, കമ്പൽ കമ്പിളി, കപ്പട എന്ന് വെച്ചാൽ വസ്ത്രം, സബ് ലേ ആയി എല്ലാം കൊണ്ടുവന്നു. അവൾക്ക് വേണ്ടി മനുഷ്യർ എന്ത് ചെയ്തു? എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. എന്നൊക്കെ ശുക്രിയ ലടുക്കി ചഹചഹായി, ശുക്രിയ നന്ദി എന്ന പെൺകുട്ടി ചഹചഹായി, പക്ഷികളുടെ ആ ചിലമ്പല കേട്ടോ എന്ന് വെച്ചാൽ അവരലയ്ക്കുന്നതാണ്. അതായത് ഇവിടെ പെൺകുട്ടി മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു. എന്താണ്? ശുക്രിയ നന്ദി എന്ന്. ഉസ്നെ ചിടിയാക്കി തരഹെ പേട് പർ അപ്പന കോസല ബന ലിയ. ഉസ്നെ അവളെന്താ ചെയ്യുന്നത്? ചിടിയാന്ന് വെച്ചാൽ പക്ഷികളെ പോലെ, തരഹെ പോലെ, ചിടിയോം കി തരഹെ പക്ഷികളെ പോലെ, പേടിൽ മരത്തിൽ ഒരു കോസല എന്ന് വെച്ചാൽ കൂട് നിർമ്മിച്ചു, എന്ന് വെച്ചാൽ താമസിക്കാൻ സ്ഥലം ഒരുക്കി അല്ലേ. അവൾ പക്ഷികൾ ചെയ്യുന്നത് പോലെ ആ വൃക്ഷത്തിൽ എന്ത് ചെയ്തു? അവൾക്ക് വേണ്ടി താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കി.
ബാരിഷായി മഴ വന്നു, സർദി ആയി തണുപ്പ് വന്നു, ഭയങ്കരമായ ആന്തി തൂഫാൻ ആയി ശക്തമായ കൊടുങ്കാറ്റും വന്നു. ബർഫ് പടി മഞ്ഞ് വീഴ്ചയും തുടങ്ങി. पर पेड़ ने लड़की को बचाए रखा और लड़की ने पेड़ को എങ്കിലെ പേട് എന്ത് ചെയ്തു? വൃക്ഷം ആ ലടുക്കിയെ ബച്ചായ രക്ഷിച്ചു. അങ്ങനെ ലടുക്കിയും പേടിനെ എന്നുവെച്ചാൽ പെൺകുട്ടിയെ മരം രക്ഷിച്ചപ്പോൾ ആ മരത്തെ പെൺകുട്ടിയും രക്ഷിച്ചു. നോക്കി, കഹാനി पढ़कर सुनाऊं, कभी लड़की पेड़ से पूछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. പത്ത ഇല, ഹവ കാറ്റ് അല്ലേ? വായുവിനും ഹവ എന്ന് പറയും, ഇവിടെ കാറ്റ്, ബഹന ഒഴുകുക. കഹാനി കഥ, കഹാനി പട്കറെ അതായത് കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു മരത്തോട്. तो काफ़ी पेड़ लड़की को അപ്പോൾ പേടെന്താ ചെയ്തേ? ആ ലടുക്കിക്ക് അപ്പനെ പത്തോം സേ അതിൻ്റെ ഇലകൾ കൊണ്ട് ഹവാക്കെ ബഹത്താന്ന് വെച്ചാൽ കാറ്റ് ഒഴുക്കി രാഗമായി കേൾപ്പിച്ചു എന്ന് വെച്ചാൽ ഇലകളിലൂടെ അതിൻ്റെ രാഗം ആരെ കേൾപ്പിച്ചു? പെൺകുട്ടിയെയും കേൾപ്പിച്ചു. ആ കുട്ടി കഥ വായിച്ച് കേൾപ്പിച്ചപ്പോൾ മരം എന്താ ചെയ്തേ? അതിൻ്റെ ഇലകളിലൂടെ രാഗം കേൾപ്പിക്കുകയും ചെയ്തു. ഹട്ടെ കട്ടെ ആത്മീയോ के सेठ ने अजीबों गरीब तरकीबें लगाई. कभी पेड़ के नीचे लाउड स्पीकर पर तेज से शोर मचाया. ഹട്ടെ കട്ടെ ആത്മീയം ക്വസ്റ്റൻ ആൻസർ ആകട്ടോ. ബലവാന്മാരായ മനുഷ്യരുടെ സേട്ട് ജി എന്ന് വെച്ചാൽ സേട്ട്, അയാളെ അജീബോം ഗറീബ് എന്ന് വെച്ചാൽ അതിവിചിത്രമായ തർക്കീബ് എന്ന് വെച്ചാൽ ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്ക് വേണ്ടി. ഇങ്ങനെ ചെയ്യണം എന്ന് സേട്ട് ജി ഉപദേശിച്ചു. എന്താണെന്നൊക്കെ, കഫി പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ, ഷോർ മച്ചായ ബഹളം വയ്ക്കുക, ശബ്ദമുണ്ടാക്കുക എന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ലൗഡ് സ്പീക്കർ പേടിൻ്റെ നീച്ചയിൽ വെച്ച് തേസ് എന്ന് വെച്ചാൽ ശക്തമായി വേഗത്തിൽ ബഹളം ഉണ്ടാക്കണം. ലൗഡ് സ്പീക്കർ വെച്ച് കുട്ടിയെ ശല്യപ്പെടുത്തണം, ബഹളം വയ്ക്കണം. അതുകൂടാതെ കഫി പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാക്കർ ലഡ്കി കോ രാത്ത് ഫറെ ജഗായ രഖ. അതായത് അതിനുശേഷം ലൗഡ് സ്പീക്കറെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ബഹളം വെച്ചു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ആ വൃക്ഷത്തിൻ്റെ ഊപ്പർ മുകളിൽ ഹെലികോപ്റ്റർ പറത്തിയും ലഡ്കിക്ക് രാത്തെന്ന് വെച്ചാൽ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് ചെയ്തേ കേട്ടോ. ലൗഡ് സ്പീക്കർ കൂടി ബഹളം ശബ്ദമുണ്ടാക്കി. അതുകൂടാതെ ഹെലികോപ്റ്റർ രാത്രിയിൽ എന്ത് ചെയ്തു? ആ വൃക്ഷത്തിൻ്റെ മുകളിൽ പറപ്പിച്ച് കുട്ടിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തും ഹമാരി ദോസ്തി കഫി നഹീം തോട് പാവുങ്കെ. തും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? ഹമാരി ദോസ്തി എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തോടിനാ നശിപ്പിക്കാൻ കഴിയില്ല. എന്ന ലടുക്കി ബുലന്ത് ആവാസമേ ഉനെ കഹ്തി ഹെ. ബുലന്ത് ഉറച്ച ശബ്ദത്തിൽ, ആവാസ ശബ്ദത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന കുട്ടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മശഹൂർ ഹോ ഗയ. അവരുടെ അനോഖി എന്ന് വെച്ചാൽ വിചിത്രമായ ദോസ്തിയുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കിസ്സ കഥ ദുനിയ ലോകം എമ്പാടും അല്ലെ ഫർ എന്ന് വെച്ചാൽ നിറയെ മശഹൂർ ഹോ ഗയെ പ്രസിദ്ധിയായി. ലോകമെമ്പാടും ആ കുട്ടിയുടെയും ആ മരത്തിൻ്റെയും കഥ എന്ത് ചെയ്തു? പ്രശസ്തിയായി. ഉൻകെ ഇർദ് ഗിർദേം ഹസാരോം ലോകെ ഇകട്ട ഹോനെ ലഗെ. ഉൻകെ ഇർദ് ഗിർദ് എന്ന് വെച്ചാൽ ചാരോ ഓർ, അതായത് ചുറ്റുപാടും ചുറ്റിനും എന്നൊക്കെ പറയും. അവരുടെ ചുറ്റിനും, അതായത് ആ മരത്തിൻ്റെയും കുട്ടിയുടെയും ചുറ്റിനെ ഹസാറോ ലോകെ ആയിരക്കണക്കിന് ആളുകൾ, ഹസാറോം ആയിരക്കണക്കിന്, ഈ ഘട്ട തടിച്ചു കൂടുക, ഒന്നിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെയും മരത്തിൻ്റെയും ചുറ്റിനും ആയിരക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്തു? ഒത്തുകൂടി. हट्टे कट्टे आदमियों और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हजारों दोस्तों से डर लगने लगा था. ഹട്ടേക്കട്ടെ ആത്മികൾക്കും ആ ബലവാന്മാരായ ആൾക്കാർക്കും അവരുടെ സേട്ടിനും ലഡ്കിയെയും പേടിനെയും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും അതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ദോസ്തികളെയും ഡർ ലഗ്നെ ലഗാധ ഭയപ്പെടാൻ തുടങ്ങി. ആ സേട്ട് ജിക്കും ആ ബലവാന്മാരായ ആൾക്കാർക്കും
ഇവരുടെ ദോസ്തികളെയും പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ എന്തായി ഭയമായി മാറി. അങ്ങനെ ഭയപ്പെടാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അടുത്ത നോക്കിയേ, അടുത്ത പാരഗ്രാഫ് നോക്കണം കേട്ടോ. 738 738 दिनों तक के पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. चुपचाप मिंडादे കാട്ടിന മുറിക്കുക, ഇന്ദസാർ പ്രതീക്ഷ, ബാധ ശേഷം. ഇനി നോക്കിയേ, 738 ദിവസങ്ങൾ വരെ, തക്നച്ച വരെ, ആ പേട് കാട്ടിനേക്ക ഇന്ദസാർ മരം മുറിക്കാം എന്ന പ്രതീക്ഷയോടെ അവർ അവിടെ ഉണ്ടായിരുന്നു. അതിന് കേബാദ് ശേഷം, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം, ഏക് ദിൻ ഒരു ദിവസം, ഈ ആത്മികൾ ചുപ്ചാപ്പ് മിണ്ടാതെ അവിടെ നിന്ന് ജാനലക പോകുവാൻ തുടങ്ങി. വൃക്ഷം മുറിക്കാൻ പറ്റില്ലെന്നവർക്ക് തോന്നി. 738 ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. വാദാ കരോ യഹാ കെ കിസി ഫി പേട് കോ കഫി നഹീം കാട്ടോഗെ. വാദാ കരോ, വാഗ്ദാനം നൽകണം, ഇവിടെയുള്ള കിസി ഫി പേട്, ഒരു പേടിനെയും, എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും അല്ലേ, അതിനെ ഒരിക്കലും കാട്ടിന നഹി മുറിക്കില്ല എന്ന്. ലഡ്കിനെ സേട്ട് സേ വാദ ലേലിയ. ലഡ്കിക്ക് സേട്ട് ജി വാദ, വാഗ്ദാനം നൽകി. അയാളിൽ നിന്നും അത് ആ കുട്ടി വാങ്ങി. ഇവിടെയുള്ള ഒരു വൃക്ഷത്തെയും നിങ്ങളിനി എന്ത് ചെയ്യില്ല, മുറിക്കില്ല എന്ന വാഗ്ദാനം വാങ്ങി. അങ്ങനെ നോക്കി, സാരെ പേട് ബെച്ച് ഗൈ. സാരെ എന്ന് വെച്ചാൽ മൊത്തം. ഇടുക്കി ആ സേട്ട് ജിയിൽ നിന്നാണ് വാദ വാങ്ങിയത്, വാഗ്ദാനം. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സാരെ പേട് എല്ലാ വൃക്ഷങ്ങളും ബെച്ച് ഗൈ, രക്ഷപ്പെട്ടു. ഈ ഒരു വൃക്ഷം മുറിക്കാൻ വേണ്ടിയാണ് വന്നത്, അത് ആ കുട്ടി സമ്മതിച്ചില്ല. അവൾക്ക് വാഗ്ദാനവും വാങ്ങി, ഇവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും. അതാണ്, അതുകൊണ്ടാണ് എല്ലാ വൃക്ഷങ്ങളും വെച്ച് ഗേ, രക്ഷപ്പെട്ടു. ഉസ്സെ ലഡ്കിക്ക നാം ജൂലിയ ഹേ. ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ എന്ന്. ഉസ്സെ പേടുക്ക നാം ഹേ ലൂന. ആ പേട് മരത്തിൻ്റെ പേരുമാണ് ലൂന. അതാണ് ജൂലിയ ആ ലൂന. ദോനാം ആജ് ഫി പക്കി ദോസ്ത് ഹേ. ഇന്നും രണ്ടുപേരും പക്കി ദോസ്താണ്, നല്ല ദോസ്തികൾ തന്നെ ആണ്. അങ്ങനെയുള്ള നല്ലൊരു സ്റ്റോറിയായിരുന്നു, നമ്മളത് പഠിച്ചു അല്ലേ. എല്ലാവരും വായിച്ച് പഠിക്കണം കേട്ടോ, വായിച്ച് നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആക്ടിവിറ്റീസ് തരാം കേട്ടോ. അപ്പോഴേക്കും വായിച്ച് പഠിച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.